കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാനത്തെ ഹോം മത്സരമാണ് അഗെയിൻസ്റ്റ് മുംബൈ സിറ്റി എഫ് സി. അങ്ങനെ ഒരു പ്രാധാന്യവുമില്ലാത്ത മത്സരം എന്ന് തന്നെ പറയാൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രാധാന്യങ്ങളുണ്ട്. കാരണം ഈ മത്സരത്തിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു പോയിൻ്റെങ്കിലും നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യത അല്ലെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഒഡീഷ എഫ് സി ഇപ്പോൾ ഒരു 6ാം പൊസിഷനിൽ നിൽക്കുകയാണ്. പക്ഷേ ഇനി അവർക്ക് ആ 6ാമത്തെ പൊസിഷൻ നിലനിർത്തണമെങ്കിൽ മുംബൈ സിറ്റി എഫ് സി 2 മത്സരങ്ങൾ പരാജയപ്പെടണമെന്നുള്ളത്. അപ്പം അതിലെ ആദ്യത്തെ മത്സരമാണ് മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ഒരു മാച്ചിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നാൽ അവസാനത്തെ ഹോം മാച്ച് ആണെന്നുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പരീക്ഷണങ്ങളുടെ ഒരു കംപ്ലീറ്റ് പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയില്ലെങ്കിലും ചില പരീക്ഷണങ്ങൾ എന്താണെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആരാധകർ, വളരെ കുറച്ച് ആരാധകർ മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ലാസ്റ്റ് മാച്ചൊക്കെ ആയിട്ട്. ഞാൻ എന്തായാലും പോകുന്നില്ല. സോ അങ്ങനെ പോകുന്ന ആരാധകർക്ക് കുറച്ചെങ്കിലും ഒരു ഹാപ്പിനെസ് നൽകുന്നൊരു മാച്ച് ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അത് അപ്പുറമൊന്നും പറയാനില്ല. മുംബൈ സിറ്റി എഫ് സി ലാസ്റ്റ് മാച്ച് മോഹൻ ബഗാനെതിരെ പുറകിൽ നിന്നിട്ട് തിരിച്ചു വന്ന് ഒരു 2-2 ഡ്രോ ഒക്കെ ആക്കിയാണ് അവർ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തിയത്. ഈ മത്സരത്തിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫെൻസീവായിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കാം ഇനിഷ്യലി ഒരു സാധ്യത എന്നുള്ളതാണ്. സോ അവിടെ അത് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളെന്നുള്ളതാണ്. മുംബൈ സിറ്റി എഫ് സിക്ക് ഇപ്പം ലാസ്റ്റ് മാച്ചിൽ കുറച്ച് ഇപ്പം നല്ല ഡിഫെൻസീവ് മോഹൻ ബഗാൻ അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു ടീം ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കണം ഒരു അറ്റാക്കിങ് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആക്കിയിട്ടുള്ളൊരു പാറ്റേൺ ആക്കിയാണ് കണ്ടത്. ഈ മത്സരത്തിലും സമാനമായിട്ടുള്ളൊരു സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് 11-ൽ മുംബൈ സിറ്റി എഫ് സി ഗോൾ കീപ്പർ എന്ന നിലയിൽ പ്യൂർബാൽ ലച്ചൻബ, സെൻട്രൽ ബാക്കിൽ 2 വിദേശ താരങ്ങളായിട്ടുള്ള തായർ ക്രോമ ആൻഡ് ടിരി എന്നീ താരങ്ങൾ, റൈറ്റ് ബാക്കിൽ വാൽപുയ, ലെഫ്റ്റ് ബാക്കിൽ നഥാൻ റോഡ്രിഗസ്, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ജോൺ ടോറൽ, ബ്രാൻഡൻ ഫെർണാണ്ടസ് ആൻഡ് യോയൽ വാന്നീഫ് എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മുന്നേറ്റത്തിൽ ഒരു ഇന്ത്യൻ മുന്നേറ്റ നിരയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലിൻസ്വാല ചാങ്ങിൻ്റെ ഒരു വിങ്ങിൽ, മറ്റൊരു വിങ്ങിൽ ബിപിൻ സിംഗ് ആൻഡ് ആയുഷ് ടിക്കാറെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ രണ്ടാം പകുതിയിൽ മിക്കവാറും കാരലിസിനെയും അല്ലെങ്കിൽ ഓർട്ടിസിനെ പോലെയുള്ള താരങ്ങളെ ഇറക്കി അങ്ങനെ സാധ്യത വന്നു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഗോൾ കീപ്പർ എന്ന നിലയിൽ ഈ മത്സരത്തിലും നോറ ഫെർണാണ്ടസ് കളിക്കുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ബാക്ക് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ബികാഷ് ആൻഡ് ഡ്യൂസൺ എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐവാൻ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ് ആൻഡ് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുമ്പം ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹൻ എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ലൂണ ആൻഡ് ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിൽ ഐമാൻ, റൈറ്റ് വിങ്ങർ റോളിൽ കോറു സിംഗ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ക്വാമി പപ്രയമാണ് പ്രതീക്ഷിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ വേറെ എന്ത് പറയാൻ, ബാക്കിയൊക്കെ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് സെനിയ.